ഹമാസിന്റെ ഉന്നത നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഹമാസിന്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ദെയ്ഫിനെ ഉന്മൂലനം ചെയ്തതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ സൂത്രധാരകന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ദെയ്ഫ്. ജൂലൈ 13-ന് ഗാസയിലെ ഖാൻ യൂനിസ് എന്ന പ്രദേശത്ത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിലാണ് മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് തങ്ങൾ ദെയ്ഫിനെ കൊലപ്പെടുത്തിയതെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹമാസിന്റെ ഏറ്റവും പ്രബലരായ വ്യക്തികളിൽ ഒരാളാണ് ഈ മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്നയാൾ. 30 വർഷത്തിലേറെയായി ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ പലതരത്തിലുള്ള ചുമതലകളിലായിരുന്നു ഇയാൾ. തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിലും ബോംബ് നിർമ്മാണത്തിലും വൈദഗ്ധ്യമുള്ള ഒരാളാണ് ഈ മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്നയാൾ. ചാവേർ ബോംബാക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ഇസ്രായേലികളുടെ മരണത്തിന് വ്യക്തിപരമായി ഉത്തരവാദിയായ ഇയാൾ പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ള ആളാണ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സൈന്യം ഇതും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിലെ ഹമാസിന്റെ വേറൊരു ഉന്നത നേതാവായ യഹിയ സിൻവാറിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്. എന്നാൽ യഹിയ എന്നയാളിനെ പറ്റി യാതൊരു അറിവുമില്ല. ഇസ്രായേൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന്റെ ആഘാതം മാറുന്നതിന് പിന്നാലെയാണ് പാലസ്തീനും ഇറാനും തീവ്ര മുസ്ലിം രാജ്യങ്ങൾക്കും വീണ്ടും പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടത്.